ബിഗ് ബോസ് സീസൺ 7-ൽ രേണുസുധിയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. രേണുസുധിക്ക് എന്താണ് പ്രശ്നം, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ തുറന്നു പറയൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ രേണു കരയുകയാണ്. കരയുമ്പോൾ ബിഗ് ബോസ് പറയുന്നത് വെളിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതല്ലേ, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തതല്ലേ, ഇവിടെ എന്തു പറ്റി എന്ന് ബിഗ് ബോസ് ചോദിക്കുക. അപ്പോൾ രേണുസുധി പറയുന്നു, ബിഗ് ബോസ് എനിക്ക് എൻ്റെ മകൻ ഋതപ്പനെ കുറിച്ച് ഓർത്തിട്ടൊരു സങ്കടമുണ്ട്. അതായത് സുധിച്ചേട്ടനെ ടി വിയിൽ കാണുമ്പോൾ അവൻ്റെ വിചാരം അച്ഛൻ ടി വിയിൽ വരുന്നത് അച്ഛൻ മരിച്ചുപോയി, അതുകൊണ്ടാണ് ടി വിയിൽ അച്ഛനെ കാണാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്നെയും ടി വിയിൽ കാണുമ്പോൾ മകൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്നൊരു ചിന്ത, ഞാനും ഇപ്പോൾ ജീവനോടെ ഇല്ലയോ എന്ന് അവൻ ചിന്തിക്കുമോ എന്ന് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനുണ്ട് എന്ന് രേണുസുധി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടുകാരെ കൊണ്ട് മകനോട് സംസാരിപ്പിക്കണം, ഞാൻ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ബിഗ് ബോസ് പറയുന്നു, അതൊക്കെ നമുക്ക് സംസാരിക്കാൻ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വീട്ടുകാരുമായിട്ട് സംസാരിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെയും വീട്ടുകാരോട് വിളിച്ച് സംസാരിക്കാറുണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നു. ബിഗ് ബോസ് നല്ല രീതിയിൽ ഒരു ആത്മബലവും ഒരു ആത്മധൈര്യവും രേണുസുധിക്ക് പകർന്നു നൽകുന്നുണ്ട്. എല്ലാം തരണം ചെയ്ത് വന്ന ആളിന് ഇവിടെയും ആ ഒരു ധൈര്യം കാണിക്കണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് രേണുസുധിയോട് പറയുമ്പോൾ രേണുസുധി സ്ട്രോങ് ആവുകയാണ്. എങ്കിലും കുറേ സമയം പൊട്ടിക്കരയുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കും ഒരുപാട് സങ്കടങ്ങൾ വരുന്നുണ്ട്. പൊട്ടിക്കരയുന്നുണ്ട് രേണുസുധി. ഞാൻ എൻ്റെ സുധിച്ചേട്ടനെ മക്കളെ ഏൽപ്പിച്ചിട്ട് വന്നതായിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത്. സുധിച്ചേട്ടൻ ജീവനോടെയുണ്ട്. സുധിച്ചേട്ടനെ 2 മക്കളെയും സുധിച്ചേട്ടനെ ഏൽപ്പിച്ച് വന്നതുപോലെ ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറയുന്നു, രേണുസുധിയുടെ മനസ്സിന് എന്താണോ ആത്മധൈര്യം തരുന്നത് അത് തന്നെ മനസ്സിനെ ഓർത്തുകൊണ്ടിരിക്കുക, ആ ഒരു കാര്യം തന്നെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ശരി ബിഗ് ബോസ്, ഞാനിപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്, ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ സ്ട്രോങ് ആണ് എന്ന് രേണുസുധി പറയുന്നു. സങ്കടങ്ങളെല്ലാം മാറ്റി ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് ബിഗ് ബോസ് രേണുസുധിക്ക് ആശംസകളും നേരുന്നു.